87 വയസ്സുള്ള ഒരാൾ 70 വർഷമായി തൻ്റെ വീട് വൃത്തിയാക്കിയിട്ടേയില്ല. നിങ്ങൾക്ക് വീടിനകം കാണണോ? 70 വർഷമായി റോബർട്ട് എന്നയാൾ മറ്റ് വീടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് 87 വയസ്സുണ്ട് ഇപ്പോൾ. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പ്രത്യേകത പൂർണ്ണമായും പ്രകൃതിദത്ത വസ്തുക്കളിൽ ഉണ്ടായ ഒരു വീടാണ്. അവിടെ പണ്ടൊരു വീടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ആ വീട്ടിൽ പ്രത്യേകിച്ച് മെയിൻ്റനൻസ് പണികളോ അല്ലെങ്കിൽ വീടിൽ പ്രകൃതിയുടെ ഇടപെടലുകൾ കൊണ്ടുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനെയൊന്നും പ്രതിരോധിക്കാൻ അദ്ദേഹം ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട് പ്രകൃതി എടുത്തു. ശാഖകൾ, വള്ളികൾ, ഇലകൾ കൊണ്ടൊക്കെ നിർമ്മിച്ച ഒരു വീടായി അത് മാറി. വനവുമായി ഇണങ്ങിച്ചേരുന്ന ഒരു ഘടനയായി മാറി എന്നർത്ഥം. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ 7 പതിറ്റാണ്ടിനിടയിൽ ഒരിക്കൽ പോലും റോബർട്ട് തൻ്റെ വീട് വൃത്തിയാക്കിയിട്ടേയില്ല എന്നാണ്. നമ്മളൊക്കെ എന്നും വീട് അടിച്ചു തൂത്തുവാരുന്നു, തുടയ്ക്കുന്നു, കഴുകുന്നു ഒക്കെ ചെയ്യുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട് പ്രത്യേകിച്ച് വൃത്തിയാക്കേണ്ട ആവശ്യവുമില്ല. ആ വീടിനെ പുറമേ നിന്ന് നോക്കുമ്പോൾ പ്രകൃതിയുടെ ഒരു വിചിത്ര സൃഷ്ടി പോലെയാണ് കാണുന്നത്. ഒരു ഭീമൻ പക്ഷിയുടെ കൂടുപോലെ ശാഖകൾ പരസ്പരം നെയ്തെടുത്തിരിക്കുന്നു. ചുവരുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പായൽ, അതുപോലെ മുന്തിരിവള്ളികൾ മൂടുശീലകൾ പോലെ താഴേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നു. എന്നാൽ ഉള്ളിൽ നോക്കിയാൽ റോബർട്ടിന്റെ വീട് ഒരു അഭയകേന്ദ്രം എന്നതിനേക്കാൾ വളരെ കൂടുതലാണ് എല്ലാം. കാരണം ഒരു അഭയകേന്ദ്രമായി മാത്രമാണ് നാം ഒരു വീടിനെ കാണുന്നത്. പക്ഷെ റോബർട്ടിന്റെ വീടിനകത്തേക്ക് നമ്മൾ കയറി നോക്കുമ്പോൾ അതിനേക്കാളും മൂല്യവത്തായ പല കാര്യങ്ങളും നമുക്ക് ആ വീടിനുള്ളിൽ കാണാം. ആധുനികതയുടെ കരസ്പർശമേൽക്കാത്ത വിഭവ സമൃദ്ധിയുടെയും സർഗാത്മകതയുടെയും ഒരു മാസ്റ്റർ പീസാണത്. പതിറ്റാണ്ടുകളായി പ്രകൃതിയുടെ ചില കൈകടത്തലുകൾ കൊണ്ട് വീടിൻ്റെ ആദ്യമുണ്ടായിരുന്ന ഘടനയ്ക്ക് ചില നാശമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും വീട് ഉറപ്പോടെ തുടരുന്നു. എന്തെന്നാൽ മനുഷ്യൻ കെട്ടിയ വീടിനെ പ്രകൃതി അങ്ങ് എടുത്തെങ്കിലും പ്രകൃതി അതിൻ്റെ ബലവത്തായ വേരുകളും ശാഖകളും കൊണ്ട് ആ വീടിനെ പഴയതിനേക്കാളും സുദൃഢമായി താങ്ങി ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. ചുവരുകളും മേൽക്കൂരകളും രൂപപ്പെടുത്തിയ ശാഖകൾ അത് വീടുമായി മനോഹരമായി ഇടപഴകിയിരിക്കുന്നു. ആ ശാഖകളുടെ പുറംതൊലി വളരെ മൃദുവാണെങ്കിലും ആ ശാഖകൾ ഉള്ളുകൊണ്ട് വളരെ ബലമുള്ളതാണ്. അതുപോലെ ഇലകളാൽ മൂടപ്പെട്ട തറ, ആ തറയിൽ ചവിട്ടി നിൽക്കുമ്പോൾ കാലിന് വളരെ മൃദുവായി തോന്നുന്നു. ഒരിക്കലും നമുക്കത് വൃത്തികെട്ടതായി തോന്നില്ല. അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഏറെക്കാലമായി ഈ ഫീലിങ്സ് തന്നെയാണ് ഉള്ളത്. അദ്ദേഹം പറയുന്നത്, ഈ വീട് ജീവനുള്ളതാണ്, എന്നെപ്പോലെ തന്നെ ഇതും കാടിൻ്റെ ഭാഗമാണ്. റോബർട്ടിന്റെ വീട്ടിലെ ഏറ്റവും ആകർഷകമായ ഭാഗം അതൊരു കഥ പറയുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു മൂലയിൽ ശാഖകളാൽ കൊത്തിയെടുക്കപ്പെട്ട ചെറിയ കൊത്തുപണികൾ സന്ദർശകർക്ക് കാണാൻ കഴിയും. ഈ അടയാളങ്ങളെല്ലാം നിർമ്മിച്ചത് തൻ്റെ
മരിച്ചുപോയ ഭാര്യയാണെന്ന് റോബർട്ട് വെളിപ്പെടുത്തുന്നു. നവദമ്പതികളായിരുന്നപ്പോൾ അവൾ തന്നെ ഈ വീട് പണിയാൻ സഹായിച്ചതായി റോബർട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ ആ വീട് അദ്ദേഹത്തിന് ഓർമ്മകളുടെ ആലയം കൂടിയാണ്. ചില കൊത്തുപണികൾ ലളിതമായ ആകൃതികളാണ്, മറ്റുള്ളവ ജ്ഞാനത്തിന്റെ വാക്കുകളാണ്. മരങ്ങൾക്കൊപ്പം വളരുക എന്ന് അദ്ദേഹം പറയുന്നു. ഹൃദയം വിശ്രമിക്കുന്നിടമാണ് വീടെന്ന് അദ്ദേഹം പറയുന്നു. എത്ര മനോഹരമായ വാക്കുകളല്ലേ! നമ്മൾ മറ്റുള്ളവരോട് മത്സരിക്കാൻ വേണ്ടി മണിമാളികകൾ കെട്ടിപ്പൊക്കുന്നു. കോടിക്കണക്കിന് രൂപ ചെലവാക്കി മണിമാളികകൾ കെട്ടിപ്പൊക്കുന്നു. ആ മണിമാളികകൾക്കുള്ളിൽ നമ്മുടെ ഹൃദയത്തിന് വിശ്രമിക്കാൻ സാധിക്കുന്നില്ല. നാം മറ്റാരെയൊക്കെയോ കാണിക്കാൻ വേണ്ടി, നമ്മുടെ അന്തസ്സും പ്രതാപവും കാണിക്കാൻ വേണ്ടിയാണ് കെട്ടിപ്പൊക്കുന്നത്. ഇവിടെ നമ്മുടെ ഹൃദയത്തിന് വിശ്രമിക്കാൻ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ റോബർട്ട് പറയുന്നത് അതാണ്. ഹൃദയം വിശ്രമിക്കുന്നിടമാണ് വീട്. ലോകത്ത് കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ വാചകം. വർഷങ്ങളായി കാട് കനിഞ്ഞു നൽകിയത് വെച്ച് നോക്കുമ്പോൾ തൻ്റെ കൈകൾ കൊണ്ട് റോബർട്ട് വീട്ടിൽ കുറച്ചു മാത്രമേ ചേർത്തിട്ടുള്ളൂ. വീണുപോയ ശാഖകൾ ഷെൽഫുകളായി മാറുന്നു. മിനുസമാർന്ന കല്ലുകൾ വാതിലിലേക്കുള്ള പാതയിൽ നിരന്നിരിക്കുന്നു. പക്ഷികൾ പലപ്പോഴും തലയ്ക്ക് മുകളിൽ കൂടുകെട്ടുന്നു. പ്രകൃതിയുമായി പങ്കിടുന്ന ഒരു വീട്ടിൽ അതിഥികളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ആ അതിഥികൾ മനുഷ്യർ മാത്രമല്ല, ആ അതിഥികൾ പ്രകൃതിയിൽ നിന്നുള്ള അതിഥികളും കൂടിയാണ്. ആ വീട്ടിൽ വൈദ്യുതിയില്ല, പ്ലംബിംഗ് ഇല്ല, പൂട്ടുകളില്ല. കാറ്റിന് അകത്തേക്ക് കടന്നു വരാൻ കഴിയുമെങ്കിൽ ആ വീട്ടിലേക്ക് ദയയ്ക്കും സ്നേഹത്തിനും എല്ലാത്തിനും അനുവാദം കൂടാതെ കടന്നു വരാൻ കഴിയണമെന്ന് അദ്ദേഹം പുഞ്ചിരിക്കുന്നു. 87 വയസ്സുള്ള റോബർട്ടിന് അവിടെ നിന്ന് പോകാൻ പദ്ധതിയില്ല. സ്നേഹത്തിലൂടെയും നഷ്ടത്തിലൂടെയും സമയത്തിലൂടെയും എന്നെ താങ്ങി നിർത്തിയത് ഈ സ്ഥലമാണെന്ന് അദ്ദേഹം മൃദുവായി പറയുന്നു. കാറ്റിനെ പോലും നോവിക്കാതെ അദ്ദേഹത്തിന്റെ വാക്കുകൾ മൃദുവാണ്. പുറത്തുള്ള ലോകം മുന്നോട്ട് കുതിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട് നിശ്ചലമായി തുടരുന്നു. അത് പതിയെ വളരുന്നു, കാടിനൊപ്പം സൗമ്യമായി ശ്വസിക്കുന്നു. ഇത് വെറും ഒരു വീടല്ല, ക്ഷമ, ഓർമ്മ, സ്നേഹം, പ്രകൃതി എന്നിവയാൽ നെയ്തെടുത്ത ജീവിതത്തിന്റെ ഒരു മഹത്തായ സൃഷ്ടിയാണത്.